ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൂട്ട് സലാഡാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നില്ല, പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കളർ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ബീട്രൂട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഒഴിച്ച് കാണുന്നത്. അതൊന്നും ഞാനിവിടെ ഒഴിച്ചിട്ടില്ല. വെറൈറ്റി ആയിട്ടൊരു ഫ്രൂട്ട് സലാഡ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് വിചാരിക്കാറുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല എന്നുള്ളതാണ്. കറക്റ്റായിട്ട് പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് വാങ്ങിച്ച് നോക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾക്ക് ഉള്ളിൽ വൈറ്റായിട്ടും റെഡായിട്ടും കിട്ടാറുണ്ട്. ഉള്ളിൽ റെഡായിട്ടുള്ളതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റും കുറച്ചും കൂടെ ഗുണങ്ങളും കൂടുതലുള്ളത്. ഇത് നമ്മളുടെ വയറിനകത്തെ നല്ല ബാക്ടീരിയനെ വളർത്താൻ സഹായിക്കും. പിന്നെ ഇത് സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഇതിനകത്ത് നിറയെ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ക്യാൻസർ പേഷ്യൻസിനോടൊക്കെ ഡോക്ടർമാർ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ പറയാറുണ്ട്. കാരണം അതിനകത്ത് നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലത്തെ സെൽ ഡാമേജിനെയും ഇൻഫ്ലമേഷനെയും കുറയ്ക്കാനായിട്ട് ഇതിന് നല്ല കഴിവുണ്ട്. ഇനി റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയില്ല എങ്കിൽ വൈറ്റ് വാങ്ങിച്ചാലും മതി. അതായത് ഉള്ളിൽ വൈറ്റ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അത് വാങ്ങിച്ചാലും മതി, അതും നല്ലതാണ്. ഇതിൻ്റെ രണ്ട് സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തൊലി ഇതേപോലെ നമ്മൾക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് വേസ്റ്റ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ടും കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിനകത്ത് നിറയെ വൈറ്റമിൻസും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിനെ കൂട്ടാനും ഇത് സഹായിക്കും. പിന്നെ ഇതിനകത്ത് ധാരാളം അയേണും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ സ്കിന്നിനെ പ്രായക്കുറവ് തോന്നിക്കാനും ഇത് സഹായിക്കും. ഇതിനകത്ത് ഫോസ്ഫറസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫേസ് മാസ്കിലും ഫേസ് പാക്കിലും ഒക്കെയും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മൾക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം നമ്മളിത് ഉടച്ചെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് മിക്സിയിൽ ഇട്ട് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാനും പറ്റും. ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉടയ്ക്കാൻ പറ്റും. നല്ല പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി സ്പൂൺ വെച്ച് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാം. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഉടയ്ക്കുന്ന അതേപോലെ തന്നെ ഇത് ഉടച്ചെടുത്താൽ മതി. ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ എളുപ്പത്തിൽ നമ്മൾക്ക് ഇത് ഉടച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ 1 ലിറ്റർ പാലിനാണ് 2 ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ടും കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഒന്നും കൂടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചു കൊടുത്താലും മതി. ഇനി ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മൾ പാലൊക്കെ ചൂടാക്കുന്നുണ്ട്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പാല് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിവിടെ ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചൊക്കെ ഉടയാതെ കിടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള പാലെടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട് സലാഡ് ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മധുരം ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. നമ്മൾ 1 ലിറ്റർ പാലിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം അപ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ കുറച്ച് കട്ടയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കോൺഫ്ലവർ ഒന്നും കൂടെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിനകത്ത് കസ്റ്റാർഡ് പൗഡർ തീരെ യൂസ് ചെയ്യുന്നില്ല. കസ്റ്റാർഡ് പൗഡർ എടുക്കുകയാണെങ്കിൽ കളറ് വേറെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇതാ കോൺഫ്ലവർ എല്ലാം നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത പാല്, അതായത് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ടായിരുന്നു, അതിനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ ചൂടാക്കാൻ വെച്ച പാലിനകത്ത് നമ്മളിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് പഞ്ചസാരയോ കോൺഫ്ലവറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ആ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും.
നിങ്ങളെടുക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പഞ്ചസാരയുടെയും അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡും പിന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിലാണ് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം പാലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കോൺഫ്ലവറിൻ്റെ മിക്സാണ്. നമ്മൾ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടി ഒന്ന് കലക്കിയതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. പാല് ഓൾമോസ്റ്റ് തിളയ്ക്കാറായിട്ടുണ്ട്. തിളച്ച് പൊങ്ങുമ്പോൾ ഇത് പോകാതെ ശ്രദ്ധിക്കണം. അതിനായിട്ട് വേണമെങ്കിൽ തീ കുറച്ച് വെക്കാം. ഇപ്പോൾ ഇതാ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലവറൊക്കെ ഒന്ന് തിക്കായിട്ട് വരണം. അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതിവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലവർ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പം ഇവിടെ കുറച്ച് ചൂടിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഇതേപോലെ ഇട്ട് കൊടുക്കേണ്ട. കുറച്ചും കൂടെ ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ നമ്മളുടെ ഫ്രൂട്ട് സലാഡിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. നല്ലപോലെ റെഡ് കളറായിട്ട് വരുന്നുണ്ട്. ഇനിയും കൂടുതൽ കളർ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ 1 ലിറ്ററിന് 2 ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ഇതിവിടെ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിരിക്കും. ഇനി കൂടുതൽ തിക്കായിട്ട് വരണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് 1 ലിറ്റർ പാലിന്. അപ്പം ഇനിയും തിക്കായിട്ട് വരണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 7 or 8 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഉടഞ്ഞു പോയിട്ടില്ല. കുറച്ചൊക്കെ നമ്മൾക്കിത് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് കിടക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിപ്പം ഇവിടെ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആപ്പിൾ കട്ട് ചെയ്തതും പിന്നെ റോബസ്റ്റ പഴം കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ കളർഫുൾ ആക്കണമെന്നുള്ളവർക്ക് ഗ്രേപ്സ്, പൊമഗ്രാനറ്റ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അങ്ങനെ കളറൊന്നും ചേർക്കാത്ത, കസ്റ്റാർഡ് പൗഡറും ചേർക്കാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്